പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എല്ലാം നമ്മൾ നല്ല ഭംഗിയാക്കി വെക്കുന്നത് പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈകളും കാലുകളും ഒക്കെ മനോഹരമാക്കി വെക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ആരും എത്ര വലിയ ശ്രദ്ധ കൊടുക്കാത്ത ഭാഗങ്ങളാണ് നമ്മുടെ കൈയും കാലും ഒക്കെ. നമ്മളെ മുഖം ശ്രദ്ധിക്കുന്ന പോലെ ഒരു കാരണവശാലും നമ്മൾ ആരും തന്നെ കൈയും കാലും ഒന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ മുഖം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നോക്കേണ്ടുന്ന കാര്യങ്ങളാണ് കൈയും കാലും ഒക്കെ, കൈയിന്റെ ഭംഗിയും കാലിന്റെ ഭംഗിയും ഒക്കെ. അപ്പൊ അത് ഇന്ന് നമുക്ക് കൈയുടെ ഭംഗി, കൈ നല്ല സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ കൈ നല്ല മനോഹരമായിട്ടിരിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ അത് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ മുഖമൊക്കെ ക്ലെൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കൈകളും ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാനിപ്പോ തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന തൈരാണ്, അതുകൊണ്ട് തന്നെ നല്ല തണുത്ത തൈരാണ്. അപ്പൊ തൈര് വെച്ച് നന്നായിട്ട് നമുക്ക് കൈയെല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. പെരലുകളും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. നല്ല പുളിച്ച തൈരാണെങ്കിൽ കുറെ കൂടി നല്ലതാണ് അത്. കാരണം പുളിച്ച തൈരാകുമ്പോൾ അത്രയും നല്ല എഫക്റ്റ് ആയിരിക്കും കൈക്ക്. ഇതിപ്പോ നന്നായിട്ട് ഞാനൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കൈയെല്ലാം. ഇനിയിപ്പോ നമുക്കൊരു തുണി വെച്ച് അതൊന്ന് തുടച്ചു കളയാം. നന്നായിട്ട് അതൊന്ന് തുടച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് സ്ക്രബാണ് ചെയ്യുന്നത്. കൈക്ക് നമ്മൾ ഫേസിനൊക്കെ സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ കൈക്ക് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ 1 മുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് പഞ്ചസാരയാണ്. ഒരുപാട് തരിയുള്ള പഞ്ചസാരയല്ല, ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. ഈ നാരങ്ങ ഈ പഞ്ചസാരയിലേക്ക് നന്നായിട്ട് അങ്ങ് മുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കയ്യിൽ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചു കൊടുക്കാം. ഇതിങ്ങനെ അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നാരങ്ങ വെച്ചുള്ള ഈ സ്ക്രബ് ഒരു കാരണവശാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഫേസിലെ സ്കിൻ ഒരുപാട് സോഫ്റ്റ് സ്കിന്നാണ്. അപ്പൊ നമ്മുടെ ഇത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. അതിനുശേഷം കുറച്ചും കൂടി പഞ്ചസാര ഒന്ന് മുക്കി കൊടുക്കുന്നു. വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നു. നഖമെല്ലാം നാരങ്ങ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോഴേക്കും നഖമെല്ലാം നല്ല ക്ലീൻ ആവും. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുടച്ചു കളയാം. നന്നായിട്ട് ഇത് ഞാനങ്ങ് തുടച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എല്ലാം ഞാനങ്ങ് നന്നായിട്ട് തുടച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മള് ക്ലെൻസിങ് സ്ക്രബിങ്ങും കഴിയുമ്പോൾ തന്നെ കൈയൊക്കെ ഒരു നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുമ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴും കൈയുടെ ഈ വെള്ള ഭാഗത്തും കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം വെള്ളയും നല്ല കൈയുടെ അകഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണിത്. പാക്കാണ് തയ്യാറാക്കുന്നത്. പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോ ഇതുപോലെ 1 മുറി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം ചെത്തിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. നല്ല രീതിയിൽ അങ്ങ് അരച്ചുകൊണ്ട് വരണം. ഞാനിപ്പോ ഒന്ന് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ് അരയ്ക്കുന്നത്. അരച്ചുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് കുറച്ച് സമയം അനക്കാതെ വെച്ചിരിക്കണം. അനക്കാതെ വെച്ചിരിക്കുമ്പോഴേക്ക് ഇതിന്റെ എന്താ പറയുക, സത്തെല്ലാം അടിയിൽ അടിഞ്ഞു കൂടും. അപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം നമുക്ക് വേണ്ട. ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നരിച്ചെടുത്ത് കണ്ടില്ലേ, ഇതിന്റെ സത്ത് മാത്രം നമുക്ക് ഇത് അടിയിൽ അടിഞ്ഞിട്ടുണ്ട് കണ്ടോ.
ഇത് മാത്രം മതി നമുക്ക്. ഇതിപ്പോ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോ ഇത്രയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് തോനെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയും നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട. അതുകൊണ്ട് തന്നെ ഈ സ്പൂണിന് ഒരു 2 സ്പൂണിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണിന് വേണ്ടിയിട്ട് കിഴങ്ങ് അരച്ചത് നമ്മൾ അതിന്റെ സത്ത് 2 ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അപ്പത്തിന് പൊടിച്ച അരിപ്പൊടി ആയാലും അതുപോലെ തന്നെ പുട്ടിനൊക്കെ ഉള്ളതായാലും ഏതായാലും കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ പുട്ടിന് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്, അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് വേണ്ടി തേനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ തേനും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്കിപ്പോ ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പാക്ക്. ഈ പാക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഇനിയിപ്പോ നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക കയ്യിലെല്ലാം. നമ്മളിത് തേക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം തേച്ച് കൊടുക്കാനായിട്ട്. കൈയുടെ അകത്ത് വശത്തും കൂടി തേച്ച് കൊടുക്കണം. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഇരുന്നാൽ മതി. അപ്പോഴേക്കും നല്ല കൈ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം. ഇപ്പൊ നമ്മൾ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്യുക. മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അല്ലേ, ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ഒന്ന് തുടച്ച് കളയാം. വെള്ളമൊക്കെ തുടച്ച് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. കൈക്കെല്ലാം നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കൈയെല്ലാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടും. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ കൈയുടെ വെള്ളയായാലും നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ വളരെയധികം സോഫ്റ്റ് ആയി കിട്ടുന്നതിന്, നല്ലൊരു ഭംഗിയായിട്ട് കൈയൊക്കെ ഇരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്ക് കൈ ഇനിയിപ്പോ ഒന്ന് മോയ്സ്ചറൈസ് ആവുന്നതിന് വേണ്ടിയിട്ട് 1 തുള്ളി ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തു. ഈ ഗ്ലിസറിൻ നമുക്ക് കൈയിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് കൈയൊക്കെ. വളരെ കാരണം ഇപ്പൊ നമുക്ക് ഗ്ലിസറിനും കൂടി ഒഴിച്ച് നല്ലൊരു മോയ്സ്ചറൈസ് കൂടെ ആയി കഴിയുമ്പോഴേക്കും വളരെയധികം മനോഹരമായിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കൈയൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.